നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തെ ഫണ്ട് തട്ടിപ്പിൽ അഞ്ജന രഞ്ജിത്തിനെതിരായ പാർട്ടി നടപടി സ്ഥിരീകരിച്ച ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. പാർട്ടി അച്ചടക്ക നടപടികൾ ആഭ്യന്തര കാര്യം, അത് പൊതുജനങ്ങളെയോ മാധ്യമങ്ങളെയോ ബാധിക്കുന്നതല്ല. വ്യാജ വാർത്തകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. വിജിൻ വായാന്തോട് ചേർന്ന വിശദാംശങ്ങൾ നൽകാൻ. വിജിൻ, ഇങ്ങനെ ഒരു ഫണ്ട് തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നും നടപടി എടുത്തിട്ടുണ്ട് എന്നും അധ്യക്ഷൻ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും നിങ്ങളെ ബാധിക്കുന്നതല്ല, അതുകൊണ്ട് അത് വാർത്തയാക്കേണ്ട കാര്യമില്ല, പൊതുജനങ്ങൾ അത് മൈൻഡ് ചെയ്യേണ്ട എന്നാണ് അദ്ദേഹം പറയുന്നത്. അതെ, അതായത് ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിലാണ് നമ്മൾ ഉൾപ്പെടെ നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ അഞ്ജന രഞ്ജിത്തിനെതിരെ നടപടി സ്വീകരിച്ചിരുന്നു. അതായത് ഓഫീസിന്റെ ചുമതലയുള്ള സെക്രട്ടറി ആയിരുന്നു അഞ്ജന രഞ്ജിത്ത്. അവരെ പിന്നീട് കൊല്ലം ചുമതലക്കാരിയാക്കി മാറ്റി ഓഫീസിന്റെ ചുമതലകളിൽ നിന്ന് മാറ്റുകയായിരുന്നു. ഈ വാർത്തയാണ് നമ്മൾ ഉൾപ്പെടെ നൽകിയത്. അതിനുശേഷം ഇക്കാര്യത്തിൽ ഉള്ള ആദ്യത്തെ പ്രതികരണമായിട്ടാണ് രാജീവ് ചന്ദ്രശേഖർ അത് സ്ഥിരീകരിക്കുന്നത്. വാർത്താക്കുറിപ്പിൽ ഇങ്ങനെ ഒരു ഫണ്ട് തട്ടിപ്പ് നടന്നിട്ടില്ല, എല്ലാ ഓഡിറ്റും നടന്നിട്ടുണ്ട് എന്നൊക്കെ പറയുന്നെങ്കിലും പക്ഷേ ഈ നടപടി സ്വീകരിക്കുന്ന അച്ചടക്ക നടപടികൾ അത് പാർട്ടിയുടെ ആഭ്യന്തര കാര്യമാണ്. അത് പൊതുസമൂഹത്തിന്റെയോ മാധ്യമങ്ങളുടെയോ ഒന്നും അവർക്ക് പ്രശ്നമുണ്ടാക്കുന്ന വിഷയമല്ല, ബാധിക്കുന്ന വിഷയമല്ല എന്നുള്ളതാണ് നിലവിൽ രാജീവ് ചന്ദ്രശേഖർ വിശദീകരിക്കുന്നത്. ഫണ്ട് തട്ടിപ്പ് നടന്നിട്ടില്ല എന്ന് ആവർത്തിക്കുമ്പോഴും എന്തിനാണ് അഞ്ജന രഞ്ജിത്തിനെതിരെ ഇപ്പോൾ നടപടി സ്വീകരിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമാക്കാൻ തയ്യാറായിട്ടില്ല. ഒരു പൊതുസമൂഹത്തിന് ഇടയിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് BJP എന്നൊക്കെ അവകാശപ്പെടുമ്പോൾ സ്വാഭാവികമായും ആ പാർട്ടിക്ക് അകത്ത് നടക്കുന്ന കാര്യങ്ങൾ അത് ജനങ്ങൾക്കും അറിയാൻ താല്പര്യമുള്ളതാകും. അതാണ് അത് വാർത്തയായി മാറുകയും ചെയ്യുന്നത്. അങ്ങനെ വാർത്ത നൽകുമ്പോൾ ആ വാർത്തക്കെതിരായ വിമർശനം ഉന്നയിക്കാം. പക്ഷേ ഇപ്പോൾ പറയുന്നത് ജനാധിപത്യ വിരുദ്ധ ശക്തികൾ നടത്തുന്ന നീക്കമാണ് ഇത്തരം വാർത്തകൾക്ക് പിന്നിൽ എന്നൊക്കെയാണ് വിശദീകരിക്കുന്നത് വാർത്താക്കുറിപ്പിൽ. എന്തായാലും അഞ്ജന രഞ്ജിത്തിനെതിരെ നിലവിൽ നടപടി സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് അവരുടെ പേര് പറയാതെയാണ് വിശദീകരിക്കുന്നത്. പാർട്ടിയിൽ പല അച്ചടക്ക നടപടികളും ഉണ്ടാകും, അതെല്ലാം ആഭ്യന്തര കാര്യമാണ്, അത് പൊതുസമൂഹത്തെയോ അല്ലെങ്കിൽ മാധ്യമങ്ങളെയോ ബാധിക്കുന്ന വിഷയമല്ല എന്നുള്ളതാണ് അദ്ദേഹം വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. എന്തായാലും അങ്ങനെ ഒരു നടപടി ഉണ്ടായിട്ടുണ്ട് എന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ തന്നെ നിലവിലിപ്പോൾ സ്ഥിരീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ നൽകിയ വാർത്തകൾ, അത് അല്പസമയം മുമ്പ് നൽകിയ വാർത്തകൾ ഉൾപ്പെടെയുണ്ട്. അത് ഒരു BJP പ്രവർത്തകനായ, നേരത്തെ ABVP-യിലൊക്കെ പ്രവർത്തിച്ചിരുന്ന ആളാണ്. അതിനെതിരെ ABVP തന്നെ വലിയ തരത്തിലുള്ള ക്യാമ്പയിനുമായി ഇപ്പോൾ രംഗത്തെത്തിയിട്ടുമുണ്ട്. അങ്ങനെ ഒരാൾ BJP-യുടെ ഓഫീസിൽ സ്ഥിര സാന്നിധ്യമായിരുന്ന ഒരു വ്യക്തിയാണ് നിലവിൽ ഒരു വലിയ ബാഗിൽ 500 രൂപയുടെ നോട്ടുകെട്ടുകൾ നിറച്ച ബാഗിൽ അതിന് മുന്നിൽ നിന്ന് സെൽഫി എടുത്ത് നേരത്തെ തന്നെ പോസ്റ്റ് ചെയ്തത്. തെരഞ്ഞെടുപ്പ് കാലത്തായിരുന്നു ആ പോസ്റ്റ് ചെയ്ത്. ഈ അഞ്ജന രഞ്ജിത്തിന്റെ ഫേസ്ബുക്കും സോഷ്യൽ മീഡിയയും കൈകാര്യം ചെയ്യുന്ന ആളായിരുന്നു സിദ്ധാർത്ഥ് എന്ന് പറയുന്ന ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടയാൾ. പിന്നീട് BJP നേതാക്കൾ തന്നെ ഇടപെട്ട ആ പോസ്റ്റ് ആ ഘട്ടത്തിൽ പിൻവലിപ്പിച്ചിരുന്നു. ആ ചിത്രങ്ങളാണ് നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്, നൽകിയത്. അതിനെതിരെയാണ് ഇപ്പോൾ വലിയ തരത്തിലുള്ള വിമർശനം ഉന്നയിച്ച് ABVP രംഗത്തെത്തിയത്. എന്റെ ഉൾപ്പെടെ ഫോട്ടോ, ചിത്രം ഉൾപ്പെടെ വെച്ചാണ് വലിയ തരത്തിൽ നിയമ നടപടി സ്വീകരിക്കും, വ്യാജ വാർത്തയാണ് നൽകുന്നത് എന്നൊക്കെ പറഞ്ഞ് ഉള്ള ആ ചിത്രം വെച്ചാണ് അവരിപ്പോൾ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ പണം എടുത്തയാൾ നേരത്തെ ABVP പ്രവർത്തനായിരുന്നോ അല്ലെങ്കിൽ BJP-യുടെ ഓഫീസിലെ സ്ഥിര സാന്നിധ്യമായിരുന്നോ എന്നൊന്നും വിശദീകരിക്കാൻ നിലവിലിപ്പോഴും തയ്യാറായിട്ടില്ല. എന്തിന് കൊണ്ടുപോയ നോട്ടുകെട്ടുകളാണ് ഇയാൾ ഇപ്പോൾ സെൽഫി എടുത്ത് പോസ്റ്റ് ചെയ്തത് എന്ന കാര്യം വ്യക്തമാക്കാൻ എന്തായാലും തയ്യാറായിട്ടില്ല. എന്തായാലും BJP അധ്യക്ഷൻ ഇക്കാര്യത്തിലുള്ള സ്ഥിരീകരണം നടത്തുന്നു. ഈ 1,50,00,000 രൂപ തട്ടിപ്പ് നടത്തി എന്നുള്ളതായിരുന്നു നിലവിൽ ഈ അഞ്ജന രഞ്ജിത്തിനെതിരായ പരാതി. അതുമായി ബന്ധപ്പെട്ട ഓഡിറ്റ് റിപ്പോർട്ടിൽ തന്നെ അക്കാര്യം വ്യക്തമാക്കിയെന്ന് BJP നേതാക്കൾക്കിടയിൽ തന്നെയാണ് വിവരങ്ങൾ ലഭിക്കുകയും ചെയ്തത്. അതിനുശേഷമാണ് അത്തരമൊരു വാർത്ത വരികയും ചെയ്തത്. എന്തായാലും നിലവിൽ അക്കാര്യം BJP സംസ്ഥാന അധ്യക്ഷന്റെ വാർത്താക്കുറിപ്പിൽ അദ്ദേഹം തന്നെ അത് സ്ഥിരീകരിക്കുകയാണ്. ഒപ്പം ഇത്തരം നടപടികൾ, അതായത് ഫണ്ട് തട്ടിപ്പ് ഉണ്ടായിട്ടില്ല, ഫണ്ട് കൃത്യമായി അത് സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും ഒപ്പം തന്നെ മണ്ഡലം അടിസ്ഥാനത്തിലും എല്ലാം നിലവിൽ ഓഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. അത് ദേശീയ തലത്തിൽ ഉൾപ്പെടെ സംസ്ഥാന നേതൃത്വങ്ങൾക്ക് അത്തരം നിർദ്ദേശം നൽകുകയും അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഓഡിറ്റ് നടപടികൾ നടക്കുകയും ചെയ്യും എന്നൊക്കെ ഈ വാർത്താക്കുറിപ്പിൽ വിശദീകരിക്കുന്നുമുണ്ട്. പക്ഷേ ഈ വാർത്തക്കെതിരായി പറയുമ്പോൾ എന്തിന് അഞ്ജന രഞ്ജിത്തിനെതിരെ നടപടി സ്വീകരിച്ചു, അവരെ സംഘടനാ ചുമതലയിൽ നിന്ന്, ഓഫീസിന്റെ ചുമതലയിൽ നിന്ന് എന്തിന് മാറ്റി എന്ന് വിശദീകരിക്കാൻ എന്തായാലും രാജീവ് ചന്ദ്രശേഖർ ഇപ്പോഴും തയ്യാറായിട്ടില്ല. ജീന.